പ്രായം ഏതുമാകട്ടെ, വിദ്യാഭ്യാസം ഏതുമാകട്ടെ, നിങ്ങൾക്കും കമ്പ്യൂട്ടർ പഠിക്കാം. CSE അക്കാദമി കേന്ദ്ര സംസ്ഥാന സർക്കാർ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയാണ് CSE കോമൺ സർവീസ് സെന്റർ. പഠനശേഷം ജോലി ഉറപ്പ്. നിലവിൽ CSE, അക്ഷയ, മറ്റ് ജനസേവന കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും സ്വന്തമായി ബിസിനസ് സ്ഥാപനം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രത്യേക പരിശീലനം. പഠനശേഷം ജോലി ഉറപ്പ്. ഞങ്ങളുടെ സവിശേഷതകളും ഞങ്ങളുടെ കോഴ്സുകളും. ഒരു മാസം, 3 മാസം, 6 മാസം എന്നീ രീതികളിലാണ് ഞങ്ങളുടെ കോഴ്സുകൾ. നിങ്ങളൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ കൂടെ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ. സുപ്രീം CSE അക്കാദമി, 3rd floor, സൗഹൃദ ആർക്കേഡ്, വടക്കാഞ്ചേരി. ഫോൺ 8590803536 9400478768. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷങ്ങളുടെ ഭാഗമായി വിളംബര പത്രിക പ്രകാശനം ചെയ്തു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഭഗവതിയുടെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിൻ്റെ ബ്രോഷർ പ്രകാശനവും റെസീറ്റ് പ്രകാശനവുമാണ് ഇവിടെ നടന്നത്. ഏപ്രിൽ മാസം 23-ാം തീയതിയാണ് പ്രതിഷ്ഠാദിനം. ഇവിടെ ഒരു മിനി പൂരം എന്ന രീതിയിൽ എല്ലാ വിഭാഗം ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ക്ഷേത്രം ആഘോഷ കമ്മിറ്റി ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ നാട്ടുകാരുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും സന്തോഷകരമായ ഉത്രാളിക്കാവ് പൂരം കഴിഞ്ഞ ഫെബ്രുവരി മാസം 25-നാണ്. നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ എല്ലാ ജനങ്ങളും നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഭാഗമായി നടത്താൻ വേണ്ടി കഴിഞ്ഞു. പ്രതിഷ്ഠാദിനവും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ എല്ലാവരുടെയും സഹായത്തോടു കൂടി നടത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായങ്ങളും സംഭാവനകളും പിന്തുണയും ഈ പ്രതിഷ്ഠാദിനത്തിനുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഉത്സവാഘോഷ കമ്മിറ്റി സെക്രട്ടറി PR സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സുനിൽ നരോളി, GST പ്രാക്ടീഷണർ V അനിരുദ്ധൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, ഉത്സവ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് V ശ്രീധരൻ, ദേവസ്വം ഓഫീസർ ശ്രീരാജ് എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ പ്രതിഷ്ഠാദിനത്തിനുള്ള ധാന്യ സമർപ്പണവും നടന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.